Hi all, welcome back to another session of Learn Through Questions by Grad Mentor. അപ്പോൾ നമ്മൾ ഇന്ന് സോഷ്യോളജിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാലോ എന്താണ് ക്വസ്റ്റ്യൻ എന്ന്. നോക്കൂ. Which of the following is not Sanskritization? സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റൂ. നോക്കാം. എന്താണ് ഈ എക്സാജുറേറ്റ് സോഷ്യൽ മൊബിലിറ്റി, ഇംപ്രൂവ് പൊസിഷണൽ സ്റ്റാറ്റസ് ഫോർ ഇൻഡിവിജ്വൽസ്, റെസ്റ്റ് ഓൺ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ, ദലിത് കൾച്ചർ ഇറോഡഡ്. അപ്പോൾ സാൻസ്ക്രിറ്റൈസേഷൻ എന്താണെന്നറിയണം, ഇതൊക്കെ അതിൻ്റെ ഫീച്ചേഴ്സ് ആണോ എന്നറിയണം. ഇതിനകത്ത് ഏതോ ഒന്നില്ല. അപ്പം ഫീച്ചേഴ്സ് അറിയാമെന്നല്ലാതെ അല്ലെങ്കിൽ സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അറിയാതെ നമുക്കിതിന് ഉത്തരം പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് സാൻസ്ക്രിറ്റൈസേഷനെ കുറിച്ച് അറിയാം. അതിനു മുന്നേ സിലബസിൽ എവിടെയാണ് കിടക്കുന്നത് നോക്കണ്ടേ? നോക്കാം. സിലബസിൽ എവിടെയാണ് കിടക്കണേ? ദാ പ്രോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച് ഇൻ ഇന്ത്യ യൂണിറ്റ് 5 ദാ കിടക്കണു സാൻസ്ക്രിറ്റൈസേഷൻ. പ്രോസസ് ഓഫ് കൾച്ചറൽ ചേഞ്ചിനകത്ത് നമ്മൾ കുറേ കൺസെപ്റ്റ്സ് പഠിക്കുന്നുണ്ട്. മോഡേണൈസേഷൻ, വെസ്റ്റേണൈസേഷൻ, സാൻസ്ക്രിറ്റൈസേഷൻ ആൻഡ് സെക്യുലറൈസേഷൻ. സാൻസ്ക്രിറ്റൈസേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് സാൻസ്ക്രിറ്റൈസേഷനെ കുറിച്ച് സംസാരിക്കാം. അതിനു മുൻപേ തന്നെ ഈ കോൺസെപ്റ്റ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് അറിയണം. അപ്പം ആ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ ഒരു സോഷ്യോളജിസ്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് സാൻസ്ക്രിറ്റൈസേഷനെ കുറിച്ച് പറയും, അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയും, അതിൻ്റെ ക്രിട്ടിക്സിനെ കുറിച്ച് സംസാരിക്കും. അപ്പം സാൻസ്ക്രിറ്റൈസേഷൻ ഒരുവിധം കൂട്ടുകാർക്കെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നോക്കാം. ആരാണ് എം.എൻ. ശ്രീനിവാസ്? എം.എൻ. ശ്രീനിവാസ് ആണ് സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവന്നേ എന്നുള്ളത് നമുക്ക് ഈ PPT കാണുമ്പോൾ മനസ്സിലാകും. അപ്പം എം.എൻ. ശ്രീനിവാസ് എന്താണ്, ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പം നമുക്ക് നോക്കാം ആരാണ് എം.എൻ. ശ്രീനിവാസ്. എം.എൻ. ശ്രീനിവാസ് ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദി ഫസ്റ്റ് ജനറേഷൻ സോഷ്യോളജിസ്റ്റ് ഇൻ ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് ഓഫ് ദി കൺട്രി. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരാളാണ് കേട്ടോ. G.S. ഗുരു ആരാണ്? ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യോളജി ആണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. വളരെയധികം കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുണ്ട്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരാളുടെ കോൺട്രിബ്യൂഷൻ ഉള്ളത് കൊണ്ടാവുമല്ലോ നമുക്ക് ഈ സിലബസിലുള്ളത്. അപ്പം എം.എൻ. ശ്രീനിവാസ് ദാ. എം.എൻ. ശ്രീനിവാസിനെ കണ്ടിട്ടില്ല എന്ന് ഇനി ആരും പറയരുത്. ദാ എം.എൻ. ശ്രീനിവാസ് ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് എം.എൻ. ശ്രീനിവാസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു 3-4 പോയിന്റും കൂടി നോക്കാം. അപ്പോൾ എം.എൻ. ശ്രീനിവാസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ്ലി പറയുന്നത് ഹി ഡിറൈവ്സ് ഹിസ് സ്ട്രക്ചറൽ ഫങ്ഷണൽ പെർസ്പെക്റ്റീവ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവ് ആണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓഫ് സോഷ്യോളജി ഫ്രം റെഡ്ക്ലിഫ് ബ്രൗൺസ് നോഷൻ ഓഫ് സ്ട്രക്ചർ ഹു വാസ് ഹിസ് ടീച്ചർ അറ്റ് ഓക്സ്ഫോർഡ്. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാര്യമൊന്നും അറിയണമെന്നില്ല. എന്താണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. എന്താണ്? ഒരു സൊസൈറ്റിയിൽ സ്റ്റേബിളായിട്ട്, ആ സൊസൈറ്റി സ്റ്റേബിളായിട്ട് അല്ലെങ്കിൽ വളരെയധികം സമാധാനപൂർവ്വം അല്ലെങ്കിൽ അത് ആ സൊസൈറ്റിയിൽ ഒരു സോളിഡാരിറ്റി വേണമെങ്കിൽ എല്ലാം ഒരേപോലെ വർക്ക് ചെയ്യണം. നോക്കൂ എന്തൊക്കെയായിരിക്കും എല്ലാം. അവിടുത്തെ എക്കണോമിക് സിറ്റുവേഷൻ, അവിടുത്തെ റിലീജിയസ് ഫാക്ടർ, കൾച്ചറൽ ഫാക്ടർ, പൊളിറ്റിക്സ്, അല്ലാതെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഫാമിലി, മാരേജ്, സൊസൈറ്റിയിലെ വാല്യൂസ് അല്ലെങ്കിൽ ഫാമിലി, മാരേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരേപോലെ വർക്ക് ചെയ്താലേ നമ്മുടെ സൊസൈറ്റി സ്റ്റേബിളായിട്ട് വർക്ക് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ഓരോ കമ്പോണൻസിനും അതിൻ്റേതായ ഫങ്ഷൻസ് ഉണ്ടാവും. ആ ഫങ്ഷൻസ് അവർ റൈറ്റായിട്ട് പെർഫോം ചെയ്താൽ മാത്രമേ സൊസൈറ്റി ആസ് എ ഹോൾ നന്നായി വർക്ക് ചെയ്യുള്ളൂ. അതാണ് ഇവിടെ പറയുന്ന സ്ട്രക്ചറൽ ഫങ്ഷണൽ പെർസ്പെക്റ്റീവ്. മനസ്സിലായോ? അപ്പം സൊസൈറ്റീസ്, ഒരു ഹ്യൂമൻ ബോഡി ആലോചിച്ച് നോക്കൂ അല്ലേ. നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും കറക്റ്റായിട്ട് വർക്ക് ചെയ്താലേ ആ ഹ്യൂമൻ ബോഡി നന്നായി വർക്ക് ചെയ്ത് പോവുള്ളൂ അല്ലേ. നമ്മുടെ ഹ്യൂമൻ ബോഡി ഒന്ന് ആലോചിച്ച് പോയാൽ മതി അല്ലേ. നമ്മൾ ആസ് എ ഹോൾ സിസ്റ്റം എല്ലാ പാർട്സും വർക്ക് ചെയ്യണം. അത് തന്നെ സൊസൈറ്റിയിൽ വർക്ക് ചെയ്താൽ എങ്ങനെയിരിക്കും? അതാണ് ഈ പെർസ്പെക്റ്റീവിൽ പറയുന്നത്. അദ്ദേഹം യൂസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസിൽ യൂസ് ചെയ്തിട്ടുള്ള പെർസ്പെക്റ്റീവാണ്. നോക്കൂ രണ്ടാമത് എന്താ പറയുന്നത്? സ്ട്രക്ചറൽ ഫങ്ഷണലിസത്തിന് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ഡിഫൈൻ ചെയ്തേക്കുന്നതാണ്. ഇറ്റ് ഈസ് എ പെർസ്പെക്റ്റീവ് വിച്ച് വ്യൂസ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സൊസൈറ്റി വിച്ച് കോൺട്രിബ്യൂട്ട് ടു ദ ഫങ്ഷനിങ് ഓഫ് ദി ഹോൾ. ഒരു സൊസൈറ്റിയുടെ ഡിഫറെൻറ്റ് പാർട്സ് ഒരുമിച്ച് ഫങ്ഷൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിനെയോ പെർസ്പെക്റ്റീവിനെയോ ആണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇറ്റ് ഈസ് എ ഫ്രെയിം വർക്ക് ഫോർ ബിൽഡിംഗ് തിയറി ദാറ്റ് സീസ് സൊസൈറ്റി ഇസ് എ കോംപ്ലെക്സ്. ഇതൊരു ഡെഫിനിഷൻ ആണ് കേട്ടോ. ഇറ്റ്സ് എ കോംപ്ലെക്സ് സിസ്റ്റം ഹൂസ് പാർട്സ് വർക്ക് ടുഗദർ ടു പ്രൊമോട്ട് സോളിഡാരിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, ഡെഫിനിഷൻ ആണ്.
ഇനി അടുത്ത എന്താണ്? ഹി റിലൈഡ് ഓൺ, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ. ഇപ്പം GS ഗുരിയ എന്ന് പറയുന്നത് ഇൻഡോളജിയിൽ ഒരു ബുക്ക് വ്യൂ കൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്ത ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യനായ MN ശ്രീനിവാസ് എന്താ ചെയ്തത്? MN ശ്രീനിവാസ് അദ്ദേഹം ഫീൽഡ് വർക്ക്, പക്ഷെ ഫീൽഡിൽ ഇറങ്ങി കാര്യങ്ങൾ അറിഞ്ഞ് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക, അദ്ദേഹത്തിന്റെ വർക്കിംഗ് അങ്ങനെയാണ്. ഇപ്പൊ ഗ്യാദറിംഗ് അല്ലേ, സോഷ്യോളജിസ്റ്റ് ആകുമ്പോൾ സൊസൈറ്റിയിൽ ഇറങ്ങി തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം ഈ പെർസ്പെക്റ്റീവിലേക്ക് എത്തുന്നത്. അപ്പം ഹി റിലൈഡ് ഓൺ ഫീൽഡ് വർക്ക് ആൻഡ് ഗ്യാദറിംഗ് എംപെരിക്കൽ ഡേറ്റ റാദർ ദോൺ ഇൻഡോളജിക്കൽ. ആരാണ് ഇൻഡോളജി കൊണ്ടുവന്നത്? GS ഗുരിയയുടെ കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇൻഡോളജിയിലെ ടെക്സ്റ്റ് ഓർ ബുക്ക് വ്യൂ ഈ അപ്രോച്ചിൽ നിന്ന് മാറി അദ്ദേഹത്തിന്റെ ശിഷ്യൻ എന്ന് വെച്ചാൽ ഗുരിയയുടെ ശിഷ്യൻ കൊണ്ടുവന്ന പെർസ്പെക്റ്റീവ് ആണ്. അത് ഇന്ത്യൻ സൊസൈറ്റിയിൽ അദ്ദേഹം അപ്ലൈ ചെയ്തു. അത് നമ്മൾ ഇനി അങ്ങോട്ട് പറയും. അങ്ങനെയാണ് സാൻസ്ക്രിറ്റൈസേഷൻ വരുന്നത്. അപ്പൊ അദ്ദേഹം അപ്ലൈ ചെയ്താണ് സ്ട്രക്ചറൽ ഫങ്ഷണൽ പെർസ്പെക്റ്റീവ്. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഇതിനകത്ത് സ്ട്രക്ചറൽ ഫങ്ഷണൽ പെർസ്പെക്റ്റീവിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് സ്ട്രക്ചറൽ ഫങ്ഷണൽ പെർസ്പെക്റ്റീവ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. എപ്പോഴും ഓർത്തിരിക്കുക കേട്ടോ, അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. തുടർന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഫീൽഡ് വ്യൂവിലാണ് എംഫസൈസ് ചെയ്യുന്നതെന്നും അദ്ദേഹത്തിന് ഗുരുവായ GS ഗുരുവിൽ നിന്നും മാറി ചിന്തിച്ച ഒരാളാണെന്നും നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് സാൻസ്ക്രിറ്റൈസേഷൻ എന്തെന്ന് നോക്കാം. അപ്പം സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ചോളൂ, ഈ ടേം കോയിൻ ചെയ്തത് MN ശ്രീനിവാസ് ആണ്. അദ്ദേഹം ആരാണ്? സോഷ്യോളജിസ്റ്റ് ആണ്, സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റും കൂടിയാണ് അദ്ദേഹം കേട്ടോ. ആലോചിച്ച് വെക്കുക. അദ്ദേഹം സാൻസ്ക്രിറ്റൈസേഷൻ എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എവിടെയാണ്? അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് ഉണ്ട്, റിലീജിയൻ ആൻഡ് സൊസൈറ്റി എമംഗ് ദ കൂക്സ് ഓഫ് സൗത്ത് ഇന്ത്യ. 1952 ഇറക്കിയ കൺസെപ്റ്റ് ആണ് കേട്ടോ, ഇപ്പോഴും റെലവെന്റ് ആണ്. അപ്പോൾ എന്താണ് റിലീജിയൻ ആൻഡ് സൊസൈറ്റി എമംഗ്? ഇത് മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ബുക്ക് ചോദിച്ചിട്ട് ആരുടെ ബുക്കാണെന്നും ചോദിക്കാം, കാരണം സാൻസ്ക്രിറ്റൈസേഷൻ നമുക്ക് പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ ഇത് മറക്കരുത്. ടു ഡിസ്ക്രൈബ് ദ കൾച്ചറൽ മൊബിലിറ്റി ഇൻ ദ ട്രഡീഷണൽ കാസ്റ്റ് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. എന്താണ് മൊബിലിറ്റി? മൂവ്മെന്റ് എന്നുള്ളത് തന്നെയാണ് മൊബിലിറ്റി. കൾച്ചറൽ മൊബിലിറ്റിയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഏത് ബുക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു? റിലീജിയൻ ആൻഡ് സൊസൈറ്റി എമംഗ് ദ കൂക്സ് ഓഫ് സൗത്ത് ഇന്ത്യ. ഈ പുസ്തകത്തിൽ അദ്ദേഹം കോയിൻ ചെയ്ത ടേമാണ് സാൻസ്ക്രിറ്റൈസേഷൻ. തുടക്കത്തിൽ അദ്ദേഹം ബ്രാഹ്മണൈസേഷൻ എന്നാണ് പറഞ്ഞതെന്നും പിന്നെ അത് അദ്ദേഹം സാൻസ്ക്രിറ്റൈസേഷനിലേക്ക് മാറ്റിയെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നമുക്ക് പഠിക്കാനുള്ളത് സാൻസ്ക്രിറ്റൈസേഷൻ ആണ്. അപ്പൊ നമുക്ക് സാൻസ്ക്രിറ്റൈസേഷൻ തന്നെ ഫോളോ ചെയ്യാം. അപ്പൊ നമുക്ക് സാൻസ്ക്രിറ്റൈസേഷനെ കുറിച്ച് കൂടുതൽ അറിയാം. അപ്പൊ എന്താണ് സാൻസ്ക്രിറ്റൈസേഷൻ? MN ശ്രീനിവാസിന്റെ ഡെഫിനിഷൻ ആണ്, സാൻസ്ക്രിറ്റൈസേഷൻ ഇസ് എ പ്രോസസ് ബൈ വിച്ച് എ ലോവർ കാസ്റ്റ് ഓർ ട്രൈബ് ഓർ എനി അതർ ഗ്രൂപ്പ് ചേഞ്ചസ് ഇറ്റ്സ് കസ്റ്റംസ്, റിച്വൽസ്, ഐഡിയോളജി ആൻഡ് വേ ഓഫ് ലൈഫ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഹയർ കാസ്റ്റ്. അപ്പം ഞാൻ ഇത്രയും നേരം സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്താണെന്ന് അറിയണ്ടേ? ഹയർ കാസ്റ്റ് ഉണ്ട്, ലോവർ കാസ്റ്റ് ഉണ്ട്. ഒരു സൊസൈറ്റിയിൽ നമുക്ക് നന്നായി അറിയാം, ഒരു കാസ്റ്റ് ഹൈറാർക്കി എല്ലാ സൊസൈറ്റികളിലും, ഇപ്പോൾ ഇന്ത്യൻ സൊസൈറ്റി ആണ് ഉണ്ട്, എല്ലാ സ്റ്റേറ്റ്സിലും എല്ലാ ഇടങ്ങളിലും കാണപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പം എന്താ ചെയ്യുക? ഹയർ കാസ്റ്റുകാർക്ക് കുറേയധികം പ്രിവിലേജുകളുണ്ട്. അവർക്ക് എക്കണോമിക് ബെനിഫിറ്റുകൾ കാണും, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ലാൻഡ്, അങ്ങനെയുള്ള പ്രിവിലേജുകൾ ഉണ്ടാവും. അവരുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ സോഷ്യൽ അക്സെപ്റ്റൻസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്താണ് ഈ ഹയർ കാസ്റ്റിന് ഉണ്ടാവും. ലോവർ കാസ്റ്റോ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ലോവർ കാസ്റ്റ്. അപ്പൊ ഈ ലോവർ കാസ്റ്റിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഹയർ കാസ്റ്റിലുള്ളവരുടെ റിച്വൽസ്, ഐഡിയോളജി, വേ ഓഫ് ലൈഫ് ഇതൊക്കെ എമ്യൂലേറ്റ് ചെയ്യും അല്ലെങ്കിൽ കോപ്പി ചെയ്യും. എന്തിനു വേണ്ടിയായിരിക്കും? ഈ ഒരു സോഷ്യൽ അക്സെപ്റ്റൻസിന് വേണ്ടി, അല്ലെങ്കിൽ എക്കണോമിക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡോമിനൻസിന് വേണ്ടി ഇവരിത് കോപ്പി ചെയ്യും. ഈ ഹയർ കാസ്റ്റുകാരുടെ ഈ ഇത്രയും പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ കോപ്പി ചെയ്ത് അവരിലേക്ക് ചേരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇതാണ് സാൻസ്ക്രിറ്റൈസേഷൻ. ഇനി അല്ലാതെ ഒരു കാര്യം പറയാം. ചതുർവർണ്ണ സിസ്റ്റം ഇല്ലേ? എന്താണ് ചതുർവർണ്ണ? ബ്രാഹ്മിൻസ്, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാസ്. ഇതില് ഈ വൈശ്യാസും ശൂദ്രാസും എന്ത് ചെയ്യും? ബ്രാഹ്മിൻസിന്റെ അല്ലെങ്കിൽ ഈവൻ ക്ഷത്രിയസ് ആണെങ്കിലും ബ്രാഹ്മിൻസിന്റെ, അതാണ് ഇവിടെ മെയിൻലി പറഞ്ഞേക്കുന്നത് കേട്ടോ. ഈ ഒരു സംഭവം വെച്ചിട്ടാണ് മെയിൻലി പറഞ്ഞേക്കുന്നത്. നമുക്ക് ഇങ്ങനെയും പറയാൻ പറ്റും. ബ്രാഹ്മിൻസിന്റെ റിച്വൽസ്, ഐഡിയോളജി
അല്ലെ അവരുടെ വേ ഓഫ് ലൈഫ്. ഇതായത് നോക്കൂ, ഇവിടെ നമ്മൾ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പം ബ്രാഹ്മിൻസിന്റെ ആ ഫോളോ ചെയ്യുന്നെങ്കിൽ വിയറിങ് ഓഫ് സേക്രഡ് ത്രെഡ്, ഡിനൈങ് ദ യൂസ് ഓഫ് മീറ്റ് ആൻഡ് ലിക്കർ, ഒബ്സർവിങ് എൻഡോഗമി. എൻഡോഗമി എന്താണ്? അവരുടെ കാസ്റ്റിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പ്രൊഹിബിഷൻ ഓഫ് വിഡോ റീമാരേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരും എമ്യുലേറ്റ് ചെയ്യും, കോപ്പി ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിനെയാണ് സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബുക്ക്, കുർക്കിൻ്റെ ആ ഒരു ബുക്കിൽ അദ്ദേഹം അവിടെ കണ്ടുവന്ന ഒരു പ്രോസസ്സാണിത്. അതുകൊണ്ടാണ് ബാക്കിയുള്ളവരിലേക്ക് അദ്ദേഹം ഇത് എത്തിച്ചത്. ഇപ്പൊ മനസ്സിലായല്ലോ, ഹൈ കാസ്റ്റ് ഉണ്ടാവും, ലോ കാസ്റ്റ് ഉണ്ടാവും. ലോ കാസ്റ്റിലുള്ളവർ കുറേ പ്രിവിലേജുകൾക്ക് വേണ്ടി ഹൈ കാസ്റ്റിൻ്റെ ഫീച്ചേഴ്സ് അവരുടെ സോഷ്യൽ അക്സെപ്റ്റൻസിന് വേണ്ടി, അല്ലെങ്കിൽ എക്കണോമിക് ഡോമിനൻസിന് വേണ്ടി, പൊളിറ്റിക്കൽ പവറിന് വേണ്ടി കോപ്പി ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സാണ് സാൻസ്ക്രിറ്റൈസേഷൻ. മറക്കരുതിനെ കേട്ടോ, ഈ വീഡിയോടൊപ്പം തന്നെ പഠിച്ചു വെക്കോളൂ. ഇനി നമുക്ക് ഫീച്ചേഴ്സ് നോക്കാമേ. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്താണ്? എക്സാജറേറ്റ് സോഷ്യൽ മൊബിലിറ്റി. എന്താണ് ഇവിടെ കാണുന്നത്? ഒരു സോഷ്യൽ മൊബിലിറ്റിയാണ്, അപ്വേർഡ് സോഷ്യൽ മൊബിലിറ്റിയാണ് കാണുന്നത്. ഒരു മൂവ്മെന്റ് അല്ലേ? ലോ കാസ്റ്റിലുള്ളവർ മൂവ് ചെയ്യുന്നു, സ്ഥലത്തോട്ട് നീങ്ങി പോകുന്നു എന്നല്ല ഞാൻ പറയുന്നത്. എന്താണ്? കോപ്പി ചെയ്യുന്നുണ്ട്. എന്തൊക്കെ? ഇവരുടെ വാല്യൂസും ഐഡിയോളജിയൊക്കെ. അപ്പം എന്താ പറയുക, ഇവിടെ കാണപ്പെടുന്നത് ഒരു സോഷ്യൽ മൊബിലിറ്റിയാണ് അല്ലേ? അതിനെ എക്സാജുറേറ്റ് ചെയ്യുന്നു. രണ്ടാമത് പറയുന്നത് എന്താണ്? ഇംപ്രൂവ് പൊസിഷണൽ സ്റ്റാറ്റസ് ഫോർ ഇൻഡിവിജ്വൽസ്. ഇതാ ഇപ്പം ഞാൻ പറഞ്ഞ ആ ചതുർവർണ്ണ സിസ്റ്റം അങ്ങനെ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ പോലും പൊസിഷൻ മാറി കയറി പോവല്ലേ? എമ്യുലേറ്റ് ചെയ്ത് കയറി പോകുമ്പോൾ എത്ര പറഞ്ഞാലും പൊസിഷൻ മാത്രമേ മാറുന്നുള്ളൂ. ഈ ഹൈ കാസ്റ്റിലുള്ളവരെ അക്സെപ്റ്റ് ചെയ്യണം. അത് ചെയ്യുമോ? ഇല്ല, ചുമ്മാ ഇവരുടെ ഒരു ആശ്വാസത്തിനായിരിക്കും. അപ്പം ലോ കാസ്റ്റിലുള്ളവർ ഹൈ കാസ്റ്റിന് അപ്പോൾ എന്താണ്? ഒരു പൊസിഷണൽ സ്റ്റാറ്റസ് മാറുന്നുണ്ട്. അടുത്ത എന്താണ്? ദലിത് കൾച്ചർ ഇറോഡഡ്. ഞാൻ മുൻപേ പറഞ്ഞ നമ്മുടെ ചതുർവർണ്ണ സിസ്റ്റത്തിൽ ലോ കാസ്റ്റിൽ ദലിത്സ് ഉണ്ടാവും. അപ്പം എന്ത് ചെയ്യും? ദലിത്സും ഇത് കോപ്പി ചെയ്യുന്നു. അപ്പം ആ ഒരു കൾച്ചർ ഇറോഡഡ് ആകുന്നു എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത്. ആകുമോ? ഇല്ലാന്നേ. അടുത്തത് പ്രോസസ് ഓഫ് കൾച്ചറൽ ചേഞ്ച്. ഞാൻ മുൻപേ പറഞ്ഞില്ലേ, മീറ്റ് ഉപേക്ഷിക്കുന്നു, ലിക്കർ ഉപേക്ഷിക്കുന്നു എന്ന് വെച്ചാൽ ലോ കാസ്റ്റിന് കുറേ അവരുടേതായിട്ടുള്ള കൾച്ചറൽ എന്താ പറയുക, അല്ലെ റിച്വൽസും ഐഡിയോളജീസും ഒക്കെ ഉണ്ടാവും. ആ കൾച്ചറൊക്കെ അവർ വേണ്ടാന്ന് വെച്ചിട്ട് മേളിലോട്ടുള്ളവരുടെ കോപ്പി ചെയ്യുന്നു. അപ്പം ഇത് 4 മെയിൻലി സാൻസ്ക്രിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള ഫീച്ചേഴ്സ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ക്രിട്ടിക്സ് നോക്കാം. എന്താണ്? ആദ്യത്തെ നോക്കാം. ലോവർ കാസ്റ്റ് പീപ്പിൾ ഇമിറ്റേറ്റ് ദ വേ ഓഫ് ലൈഫ് ഓഫ് ഹയർ കാസ്റ്റ് നോട്ട് ബിക്കോസ് ഓഫ് കൾച്ചറൽ ആസ്പെക്ട് ബട്ട് സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഡോമിനൻസ് ഓഫ് ദാറ്റ് ഹയർ കാസ്റ്റ് പൊസസ്. മുമ്പേ തന്നെ പറഞ്ഞില്ലേ, ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തില്ല? അവർക്ക് പവർ ഇല്ല. അവർ കുറേ കാര്യങ്ങളിൽ ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് എക്കണോമിക് ഡോമിനൻസും അല്ലെങ്കിൽ സോഷ്യോ പൊളിറ്റിക്കൽ പവറൊക്കെ വേണം എന്നുള്ളത് കൊണ്ടാണ് അവരങ്ങോട്ട് പോകുന്നത്. അല്ലാതെ ആ ഒരു കൾച്ചറിനെ ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല അവരങ്ങോട്ടുള്ള ഒരു അപ്വേർഡ് മൊബിലിറ്റി നമ്മൾ കാണുന്നത്. രണ്ടാമത്തതോ, വിത്ത് സാൻസ്ക്രിറ്റൈസേഷൻ വഴി എവൽസ് ഓഫ് ഹയർ കാസ്റ്റ് people such as patriarchal dominance, dowry system, etc. permitted to lower caste. അല്ലേ? ലോവർ കാസ്റ്റ് നിൽക്കുമ്പോൾ അതുമാത്രം നോക്കിയാൽ മതിയായിരുന്നു. പക്ഷെ ഹയർ കാസ്റ്റിൽ കുറേ എവിൽസ് ഉണ്ട്. എന്താണ്? ഡൗറി സിസ്റ്റം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് പെനിട്രേറ്റ് ചെയ്ത് താഴത്തിലുള്ളവർക്കും കൂടി കിട്ടി. അവരത് കണ്ട് അത് പിന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. വളരെയധികം സോഷ്യൽ എവിൽ ഉണ്ടാക്കി, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അതൊന്നും കൂടി നെഗറ്റീവായിട്ട് ബാധിച്ചു. മൂന്നാമത്തെ പോയിന്റ്, Sanskritization often reinforces the caste hierarchy as it involves imitating of lifestyle and practices of upper caste. It does not challenge or subvert the existing caste hierarchy but rather legitimizing them. ശരിയല്ലേ? നമുക്ക് കുറേ ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റേഴ്സ് ഉണ്ട് അല്ലേ? ഇപ്പം BR അംബേദ്കർ ഒക്കെ ലോവർ കാസ്റ്റിലുള്ള ആൾക്കാരുടെ പവറിന് വേണ്ടി സംസാരിച്ചവരാണ്. പക്ഷെ സാൻസ്ക്രിറ്റൈസേഷനിൽ എന്താ നടക്കുന്നത്? ലോവർ കാസ്റ്റിലുള്ളവർ ഹയർ കാസ്റ്റുകാരുടെ റിച്വൽസും ഐഡിയോളജിയും അല്ലെ അവരുടെ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നു. ഇതെന്തോ നല്ല കാര്യമാണെന്ന് അവർ ലെജിറ്റിമൈസ് ചെയ്യാണ്. പക്ഷെ അത് തെറ്റായ ഒരു ചിന്താഗതിയാണ് അല്ലേ? അപ്പം ഇത് വളരെയധികം വലിയൊരു ക്രിട്ടിക്കായിരുന്നു. എന്ന് വെച്ചാൽ ലോവർ കാസ്റ്റുകാർ ഹയർ കാസ്റ്റുകാരുടെ ഫോളോ ചെയ്യുന്നു, അതെന്തോ വലിയ കാര്യം എന്നുള്ള രീതിയിൽ. പക്ഷെ ആണോ? അല്ല.
ഏറ്റവും ലാസ്റ്റ് പോയിന്റ് വളരെ വേഗമായിട്ടുള്ളൊരു പോയിന്റാണ്. എന്താണ്? സാൻസ്ക്രിറ്റൈസേഷൻ പാട്രിയാർക്കൽ നോംസ് കൊണ്ടുവരുന്നു. അതുവഴി സ്ത്രീകളുടെ അവസ്ഥ ഒന്നും കൂടി മോശമാകുന്നു. വെച്ചാൽ ഹയർ കാസ്റ്റിലുള്ളൊരു വളരെയധികം വിമൻ എന്ന കാറ്റഗറി വളരെയധികം എന്താ പറയുക പ്രിവിലേജ്ഡ് ഒക്കെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നമാണ്. അപ്പം ഈ ഡൗറി അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും പിന്നെയും ആ ഒരു എന്താ പറയുക മോശാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം സാൻസ്ക്രിറ്റൈസേഷനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഈ 3 കാര്യങ്ങൾ ആലോചിക്കുക. ഇത് ഒന്ന് അറിഞ്ഞിരിക്കുക. സൊസൈറ്റിയിൽ വിമൻ്റെ അവസ്ഥ വളരെയധികം മോശമായതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അല്ലെ വിമൻ ഇത്രയും കൂടി മോശാവസ്ഥയിലേക്ക് മാറി എന്നുള്ളത് ഓർത്തു വെക്കാം. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് സാൻസ്ക്രിറ്റൈസേഷൻ? നോക്കൂ, എക്സാജറേറ്റ് സോഷ്യൽ മൊബിലിറ്റി ഉണ്ട്, അപ്വേർഡ് മൂവ്മെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇംപ്രൂവ് പൊസിഷണൽ സ്റ്റാറ്റസ് മാത്രമേ നീങ്ങുന്നുള്ളൂ, അതൊരു വേറൊരു കാര്യം. പിന്നെ റെസ്റ്റ് ഓൺ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ നമ്മൾ സംസാരിച്ചിട്ടേ ഇല്ല. ദലിത് കൾച്ചർ ഇറോഡ് ചെയ്യാൻ ഒരുവിധമൊക്കെ സഹായിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പൊസിഷണൽ സ്റ്റാറ്റസും ഇതും കൂടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ലോവർ കാസ്റ്റുകാർ എമ്യൂലേറ്റ് ചെയ്യുന്നു, പക്ഷെ ഹയർ കാസ്റ്റ് അത് അക്സെപ്റ്റ് ചെയ്യണം. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് വെറുതെ ആയിപ്പോകും. അതാണ് കണ്ടുവന്നിരുന്നത്. അപ്പം റെസ്റ്റ് ഓൺ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ ഇത് എന്തിൻ്റെ ഫീച്ചറാണ്? ഇത് കാസ്റ്റിൻ്റെ ഫീച്ചറാണ്. കാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൻ്റെ അല്ലെങ്കിൽ സോഷ്യോളജി നമ്മൾ പഠിക്കുന്ന കാസ്റ്റിൻ്റെ വൺ ഓഫ് ദ മെയിൻ ഫീച്ചറാണ് റെസ്റ്റ് ഓൺ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ. അത് സാൻസ്ക്രിറ്റൈസേഷനിൽ വലുതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. സാൻസ്ക്രിറ്റൈസേഷനിൽ സോഷ്യൽ മൊബിലിറ്റിയും പൊസിഷണൽ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യുന്നതും ഒക്കെയാണ് നമ്മൾ സംസാരിക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സോഷ്യോളജി പഠിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ടിൽ ദെൻ വി മീറ്റ്. ബൈ ഫ്രം അർച്ചന.